സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കളുടെ ആഗ്രഹം പോലെ ചന്ദ്രോത്ത് തറവാട് തകർന്നടിയുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ദേവിക എത്തുന്നില്ല. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ദേവിക വരുമ്പം നന്ദു ആണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്ര സമയം എവിടെയായിരുന്നു എന്ന്. ആ സമയത്ത് ദേവികയ്ക്ക് അതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. നന്ദു മാത്രമല്ല, പ്രഭാവതിയും സിദ്ധാർത്ഥനും രാധികയും എല്ലാവരും മാറി മാറി വന്ന് ദേവികയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മോൾക്ക് എന്താ സംഭവിച്ചത്, മോളെന്താ ഇത്ര നേരം വരാതിരുന്നതെന്ന് ചോദിക്കുമ്പം ദേവിക സങ്കടപ്പെട്ട് കരയുന്നതല്ലാതെ അതിന് വ്യക്തമായ മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് രാധിക ചോദിക്കുന്നുണ്ട്, ഇത്ര വൈകുമെന്ന് അറിഞ്ഞെങ്കിൽ മോൾക്കൊന്ന് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതമ്മേ എൻ്റെ ഫോൺ ഓഫായി പോയതുകൊണ്ടാണ്. ഈ സമയത്ത് നന്ദു വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന്. ആ സമയത്ത് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗൗരി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ദേവിക വന്നല്ലോ, ഇനി കേക്ക് മുറിച്ച് നമുക്ക് ഫംഗ്ഷൻ ആരംഭിക്കാമെന്ന് പറയുമ്പം ഇവള് എവിടെയായിരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഫംഗ്ഷൻ തുടങ്ങണുള്ളൂ, അല്ലാണ്ട് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇവൾ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയണു. ആ സമയത്ത് ദേവികയാണെങ്കിൽ അത് നന്ദു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിൽക്കണതല്ലാണ്ട് വ്യക്തമായിട്ടൊന്നും പറയണില്ല. ആ സമയം നമ്മളുടെ സിദ്ധാർത്ഥൻ ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ശരിക്കും സംഭവിച്ചത്, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, മോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്തിനാ മോളിങ്ങനെ കരയണേ, വരാൻ വൈകിയതിൻ്റെ സങ്കടം കൊണ്ടാണ് മോളിങ്ങനെ കരയണേന്ന് ചോദിക്കുമ്പം ദേവിക അതിനും വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറയണില്ല. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇവളെന്തോ വലിയൊരു രഹസ്യം നമ്മളിൽ നിന്നെല്ലാം മറച്ചു വയ്ക്കുന്നുണ്ട്, അതാ ഇവളിങ്ങനെ കിടന്ന് കരയണേ, എനിക്ക് ഇവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഇവളെന്തോ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ കടന്ന് കരയണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ദേവികയ്ക്ക് ആകെ അത്ഭുതമാണ്. കാരണം ഒരിക്കലും നന്ദു ദേവികയെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. ദേവിക എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ആളാണ് നന്ദു. നന്ദുവിൽ നിന്നും ഒരു കാര്യങ്ങളും ദേവിക മറച്ചു വെക്കാറില്ല, അത് നന്ദുവിനും അറിയാം. അതുപോലെ തന്നെ നന്ദു ദേവികയിൽ നിന്നും ഇന്ന് വരെ ഒരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ദേവികയ്ക്ക് സാഹചര്യം കൊണ്ട് ഇപ്പോൾ ഒരു വലിയ രഹസ്യം നന്ദുവിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്നു. അത് നന്ദുവിനോടുള്ള വിശ്വാസമില്ലായ്മ കൊണ്ടോ നന്ദുവിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല, അരുന്ധതിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ദേവിക സത്യം ചെയ്തിരിക്കുന്നത് നന്ദു അണിയിച്ച താലിയിൽ തൊട്ടാണ്. അതുകൊണ്ട് ആ സത്യം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിന് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നുള്ള പേടി കൊണ്ടാണ് ദേവിക ഇത് തുറന്നു പറയാണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മളുടെ രജനിയും ശാരികയും എല്ലാവരും വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, ദേവിക എവിടെയായിരുന്നു എന്ന്. ആ സമയത്തും ദേവിക ഒന്നും മിണ്ടണില്ല, മൗനം പാലിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണേ ഉള്ളൂ. ആ സമയത്ത് ഗിരീഷൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഗസ്റ്റുകളൊക്കെ പോയി, ഇനിയിപ്പോൾ നമ്മൾ എത്രയും വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് ആ കേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി മുറിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോവാലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇവള് ഇന്ന് എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയാതെ ഞാൻ ഈ ഫംഗ്ഷൻ ഒരിക്കലും പങ്കെടുക്കൂല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു മേളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് നന്ദു ഇങ്ങനെ ദേഷ്യത്തോടുകൂടി റൂമിൽ ചെന്നിരിക്കുകയാണ്. ആ സമയത്ത് ഗിരീഷൻ ദേവികയോട് പറയുന്നുണ്ട്, ദേവിക നിങ്ങൾ തമ്മിൽ ഇതുവരെയും ഇതുപോലെ ഒരു പ്രശ്നവും ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല, എന്ത് കാര്യവും നന്ദുവുമായിട്ട് ഷെയർ ചെയ്യുന്ന ആളല്ലേ ദേവിക, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നന്ദുവിനോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല ഗിരീഷ് ചേട്ടാ, ഞാൻ ഓഫീസിലായിരുന്നു. ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട്, ഈ രാത്രി 12 മണി വരെയും ഓഫീസിൽ എന്ത് ജോലി ചെയ്തു എന്നാണ് ദേവി പറയണേ, അത് കേട്ടാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ, കാരണം ദേവിയുടെ ഡ്യൂട്ടി 5 മണി വരെ ഉള്ളൂ, ഇനിയിപ്പം അങ്ങനെ ജോലി ചെയ്യണമെങ്കിൽ തന്നെ ദേവിക്കൊന്ന് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ദേവി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോൺ ഓഫായി പോയിന്ന്. ഫോൺ ദേവിയുടെ അല്ലേ ഓഫായി പോയിട്ടുള്ളൂ, ആ ഓഫീസിൽ വേറെ ആരെങ്കിലും ഫോൺ മേടിച്ച് ദേവിക്കൊന്ന് വിളിച്ച് പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ദേവിക്കൊന്നും പറയാൻ പറ്റണില്ല, കാരണം അവിടെ വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം ദേവികയ്ക്ക് മാത്രമാണല്ലോ അറിയുള്ളൂ. അതിപ്പോൾ ഗിരീഷിനോട് പറയാനും പറ്റില്ല, കാരണം ഋഷിയുടെ കാര്യം ആരോടും തന്നെ ദേവിക പറഞ്ഞിട്ടില്ല, പ്രഭാവതിയോടോ സിദ്ധാർത്ഥനോടോ ഒന്നും പറഞ്ഞിട്ടില്ല, അതുപോലെ നന്ദുവിനോടും പറഞ്ഞിട്ടില്ല. ഇതുവരെയും പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും നന്ദുവിനോടും ഒരു കാര്യവും ദേവിക മറച്ചു വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ദേവിക എന്ത് ചെയ്യണമെന്ന് അറിയാതെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് റൂമിൽ ചെന്നിരുന്ന നന്ദുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, കാരണം ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത് അച്ഛനും ഗിരീഷേട്ടനും അമ്മയൊക്കെ കൂടി ചേർന്നാണ്. അതുമാത്രമല്ല, കേസൊക്കെ തീർന്ന് സ്വസ്ഥമായ ദിവസവുമാണ്. അന്ന് തന്നെ ദേവിക പുതിയൊരു പ്രശ്നം ഉണ്ടാക്കി. എന്തായാലും അവൾ നടന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാതെ ഞാൻ അവളുമായിട്ട് ഇനി ഒത്തുപോവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ദേവിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നന്ദു താഴേക്ക് വാ, എല്ലാവരും അവിടെ നന്ദുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എത്ര സമയമായി അവരിങ്ങനെ നോക്കിയിരിക്കണു, എന്തായാലും
തൽക്കാലം നന്ദുവാ, അല്ലെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും വിഷമാവും എന്ന് പറയുന്നു. ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ ആരാ ഈ വീട്ടിലുള്ളതെന്ന് ചോദിക്കുമ്പം ഇത് എൻ്റെയും കൂടി വീടല്ലേ നന്ദു എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നന്ദു ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇത് നിൻ്റെ വീടൊന്നുമല്ല, ഇതെൻ്റെ മാത്രം വീടാണ്. ഇവിടെ ഉള്ളവർ വിഷമിക്കണതൊന്നും നീ നോക്കണ്ട, നീ നിൻ്റെ പണി നോക്കി പോയിക്കോ. എന്തായാലും നിൻ്റെ അച്ഛനും അമ്മയും അനുജത്തിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവർ പോകുമ്പോൾ അവരുടെ കൂടെ നീയും കൂടി പോയിക്കോ എന്ന് പറയുന്നു. അത് കേട്ടതും ദേവികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നന്ദുവെന്ന് വിളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ ശാരിക ദേവികേനെയും നന്ദുവിനെയും വിളിക്കാനായിട്ട് അങ്ങോട്ട് വരുന്ന ശാരിക നന്ദു പറയണതെല്ലാം കേൾക്കണമുണ്ട്. അത് കേട്ടതും നമ്മളുടെ ശാരിക ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഒരിക്കലും നന്ദു ഇത്രമധികം ദേഷ്യപ്പെട്ട് ശാരിക കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ചേച്ചിയോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് നന്ദുവേട്ടൻ പെരുമാറാറ്. ഇപ്പം എന്താ നന്ദുവേട്ടൻ ഇങ്ങനെ പെരുമാറുന്നത്, നന്ദുവേട്ടനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ശാരിക മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ഭാർഗവി എല്ലാവരും ഇവർ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും നന്ദുമോൻ ഇറങ്ങി വരുമെന്ന് തോന്നണില്ല. അത്രയ്ക്കും ദേഷ്യത്തിലാണ് നന്ദു. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. വൈകിട്ട് മുതലേ അവൻ ഒരുപാട് പേടിച്ചു ദേവികയെ കാണാതെ. എത്ര സമയം ഫോൺ വിളിച്ചു, ഒരിക്കലും ഫോൺ കിട്ടുക പോലും ചെയ്തില്ല. അതുമാത്രമല്ല, ഇത്രയും വൈകുമെന്ന് അറിഞ്ഞെങ്കിൽ ദേവിക്കൊന്ന് വിളിച്ചു പറയുമെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് രാധികയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം എന്തായാലും മക്കളൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ പഴി കേൾക്കുന്നത് അച്ഛനും അമ്മയും ആയിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാധിക നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മാധവൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, ദേവിമോളെ എവിടെയായിരുന്നു എന്നിപ്പോൾ ആർക്കും അറിയില്ലല്ലോ, ഇവളാണെങ്കിൽ ഒന്നും പറയണമില്ല, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാറേന്ന് സിദ്ധാർത്ഥനോട് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, മാധവൻ വിഷമിക്കാതിരിക്കുക, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം കാണാമെന്ന് പറയുന്നു. അങ്ങനെ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭേ നീ ചെന്ന് നന്ദുവിനെയും ദേവികേനെയും കൂടി വിളിച്ചുകൊണ്ടാന്ന് പറയുന്നു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, ശാരിക പോയിട്ടുണ്ട്, അവരിപ്പോൾ തന്നെ വരുമെന്ന് പറയുന്നു. എന്നിട്ട് കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടും നന്ദുവിനെയും ദേവികേനെയും കാണുന്നില്ല, ശാരികയും താഴേക്ക് ഇറങ്ങി വരണില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞു പ്രഭാവതി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും ദേവികേനെയും ശാരികേനെയാണ്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നന്ദുവട്ടം ഈ പറയണേ, ഇത് ചേച്ചിയുടെയും കൂടി വീടാണെന്നല്ലേ ഇത്രയും നാൾ നന്ദുവട്ടം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ ചേച്ചിയുടെ വീടല്ല, ചേച്ചീനോട് പോയിക്കൊള്ളാനൊക്കെ പറയണേന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചി ഇത്രയും നാളും നല്ലവളായിരുന്നു, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ദേവിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ പല പ്രാവശ്യം ദേവിയോട് ചോദിച്ചതാണ്, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല ഒന്നും മറച്ചു വെക്കണില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് തന്നെ നീയും കൂടി കണ്ടതല്ലേ, എന്തോരം ഗസ്റ്റുകൾ വന്നു, അവരെല്ലാം എത്രയോ സമയം ഇവിടെ നിന്നു, എന്നിട്ടും ഇവള് മാത്രം വന്നില്ല. എന്നാൽ വരാൻ വൈകുമെന്നൊന്ന് ഫോൺ ചെയ്ത് പറയുപോലും ചെയ്തില്ല. എന്നിട്ട് വരാൻ വൈകിയതിൻ്റെ കാരണം ചോദിച്ചപ്പം ആർക്കും തൃപ്തികരമായിട്ടുള്ള മറുപടി പറയാൻ ഇവക്കോട്ട് പറ്റിയിട്ടുമില്ല. ഇവളെന്തോ ഒരു കള്ളത്തരം മറച്ചു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ നിന്ന് കരയണേന്നൊക്കെ പറയണു. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇന്ന് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ചേച്ചി എല്ലാവരോടും ചേച്ചി എന്ന് പറയുമ്പം ദേവിക, അത് മോളെ ഒന്നുമില്ല മോളെ, വേറെ കുഴപ്പമൊന്നുമില്ല, ഓഫീസിൽ കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു അതാന്ന് പറയുന്നു. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നീ പറയണത് പച്ചക്കള്ളമാണെന്ന് നിൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സത്യം എന്നോട് എപ്പോൾ പറയാൻ പറ്റണോ അപ്പോൾ നീ ഇവിടെ നിന്നാൽ മതി, ഇപ്പം നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നീ പോയിക്കോ എന്ന് പറയണു. അത് കേട്ടതും ശാരികയ്ക്കും ദേവികയ്ക്കും ഭയങ്കര ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ദേവിക ഭയങ്കരമായിട്ട് കരയുമ്പം ശാരിക, വാ ചേച്ചി നമുക്ക് താഴേക്ക് പോകാമെന്നും പറഞ്ഞ് ദേവികയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതി നന്ദുവിനെയും ദേവികേനെയും വിളിക്കാനായിട്ട് മേളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പം പ്രഭാവതി ഇവരെ കണ്ടതും, എന്താ മോളെന്താ കരയണേന്ന് ചോദിക്കുമ്പം അത് നന്ദുവേട്ടൻ ചേച്ചിയോട് പോയിക്കോളാൻ പറഞ്ഞു, അതിൻ്റെ സങ്കടത്തിൽ ചേച്ചി കരയണേന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, പോയിക്കോളാനോ, എങ്ങോട്ട് പോയിക്കോളാനെന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിലോട്ട് പോയിക്കോളാനാണ് പറഞ്ഞു, ഇനി ചേച്ചീനോട് ഇവിടെ നിൽക്കണ്ട, ഇത് ചേച്ചിയുടെ വീടല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അവനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തായോ ഈ മാതിരി കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ, ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ നാളെ സാവകാശം മോളോട് ചോദിച്ച് മനസ്സിലാക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രഭാവതിയും ദേവികയുടെ കൂടെ താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനൊന്നും നടക്കില്ല എന്ന് മനസ്സിലായതും അവിടെ കൂടിയവരെല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് അവിടെ ഉള്ളത് ഭാർഗവിയും അതുപോലെ ഗിരീഷിനും രജനിയും പിന്നെ രാധികയും മാധവനും ശാരികയും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തോരം നാളായി നമ്മളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്, ഇത്രയും നാളും കേസും കാര്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളായിരുന്നു, ഇപ്പോൾ കേസെല്ലാം തീർന്ന് സിദ്ധു വെളിയിൽ ഇറങ്ങി സന്തോഷമായിട്ട് ചന്ദ്രോത്ത് തറവാട്ടിൽ താമസിക്കാൻ വന്ന നമ്മൾക്ക് സന്തോഷം മാത്രം ദൈവം വിധിച്ചിട്ടില്ലല്ലോ സിദ്ധു എന്ന് പറയുന്നു.
ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താനിങ്ങനെ ടെൻഷൻ ആവാതിരി, എല്ലാം ശരിയാവും. ഇപ്പോൾ എന്തോ ഒരു തെറ്റിദ്ധാരണ നന്ദുവിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, അത് നമുക്ക് പറഞ്ഞ് ശരിയാക്കാം, താൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നു. പിന്നീട് നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ നന്ദുവിനെ ചെന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നന്ദു ഈ കാട്ടിക്കൂട്ടണ, നീയും ദേവികയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കുമല്ലേ വേണ്ടേ, മറ്റുള്ളവരുടെ മുമ്പിലിട്ട് ദേവിയെ ഇങ്ങനെ ചീത്ത പറയണത് ശരിയാണോ നന്ദു എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഗിരീഷ് ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണേ, അവൾ ഇത്രയും വൈകി വന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അവളോട് അതിൻ്റെ കാരണം ചോദിച്ചപ്പം അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കി, അവൾ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്, അത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവളോട് അത്രയും ദേഷ്യപ്പെട്ട് അവൾക്കത് എന്നോട് പറഞ്ഞാൽ എന്നെ പറ്റണേന്ന് ചോദിക്കണു. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, അത് സാവകാശം നാളെ ആണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കായിരുന്നല്ലോ, ഇന്നിപ്പോൾ ആ കേക്ക് മുറിച്ച് ഫംഗ്ഷൻ നടത്തി എല്ലാവർക്കും സന്തോഷമായിട്ട് പിരിയാൻ പാടില്ലായിരുന്നോ, ചന്ദ്രോത്ത് വന്നിട്ട് ആദ്യമായിട്ട് നടത്തിയ ഫംഗ്ഷനല്ലേ, അത് ഇങ്ങനെയുമായി, അച്ഛനും അമ്മയ്ക്കൊക്കെ അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കി കാണുമെന്ന് ചോദിക്കുമ്പം ഗിരീഷേട്ടൻ പറയുന്നത് നേരാ, പക്ഷേ ഇന്ന് ദേവിയെ കാണാണ്ടായപ്പം ഞാൻ എത്രമാത്രം പേടിച്ചു എന്ന് ഗിരീഷേട്ടനെ അറിയോ, എന്നിട്ട് അവൾ വന്നപ്പം കാരണം പറയുമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയും പ്രഭാവതിനെയാണ്. പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ഈ ചന്ദ്രോത്ത് വീട്ടിൽ നമുക്ക് ഒരിക്കലും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് തോന്നണേ സിദ്ധു, നമുക്ക് ഭാർഗവിയുടെ വീട്ടിലോട്ട് തന്നെ പോയാലോ, അവിടെ ആയിരുന്നപ്പോൾ നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താനൊന്ന് സമാധാനപ്പെടുക, എല്ലാം ശരിയാവും, നന്ദുവും ദേവികയും തമ്മിൽ ഇതുവരെയും ഇതുപോലെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ നന്ദുവിന് എന്ത് പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് പ്രഭേ, അത് നമ്മളോട് മോള് പറയാത്തതാ, അത് ഞാൻ മോളോട് നാളെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് സിദ്ധാർത്ഥൻ പറയുന്നു. അത് കേട്ട് പ്രഭാവതി ഇങ്ങനെ ആശ്വാസത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.